അങ്ങനെ ജൂക്കി കഫയിൽ നിന്ന് നേരെ പോയിട്ട് ജങ്ങിനെയാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജങ്ങാണെങ്കിൽ ഇന്നലത്തെ ആ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ, ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ പിന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. ജങ്ങാണെങ്കിൽ ഒരു ഓഫർ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവൾ ശരിക്കും ഷോക്കാകുന്നുണ്ട്, നല്ല സന്തോഷവതിയാകുന്നുണ്ട്. ഇത് കേൾക്കുന്ന മിന്നാണെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറയുന്നതും എന്ത് പ്രോഗ്രാം എന്ന് ചോദിക്കുന്ന ഇവളോട് ജങ് പറയുന്നത്, അതായത് താൻ എന്തായാലും കുറേ വർഷത്തിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണല്ലോ, എന്തും ഫേസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു ശരിക്കും യുദ്ധക്കളാണെന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇവളുടെ കിളി പോകുന്നുണ്ട്. പിന്നീട് ഇവൾ വാഷിംഗ് മെഷീൻ്റെ അടുത്തിരുന്ന് ആലോചിക്കുന്നത് ജങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ട് തൽക്കാലം ഈ ഒരു ഷോയെ കിട്ടിയുള്ളൂ, എന്തായാലും താൻ ഒരുപാട് ഇൻസൾട്ടൊക്കെ നേരിട്ടിട്ടുണ്ട്, അപ്പോൾ ഇത് വലിയ അത്ഭുതമൊന്നുമല്ല, നമുക്കൊന്ന് പരിശ്രമിക്കാം എന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ 3 വർഷത്തിൻ്റെ ഇടയിൽ ഒരുപാട് ഇൻസൾട്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്, അത്രയ്ക്കൊന്നും ഈ ഷോയിൽ എന്തായാലും കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്തായാലും ചെയ്യും, എനിക്ക് തിരിച്ചു വരണം, ഒരുപാട് പൈസ ഉണ്ടാക്കണം, ഈ ഷോയിൽ നിന്ന് ആദ്യം പൈസ കിട്ടിയ ഈ തല്ലിപ്പൊളി വാഷിംഗ് മെഷീൻ നന്നാക്കണമെന്ന് പറഞ്ഞ് ആ വാഷിംഗ് മെഷീൻ്റെ കടകടാ ശബ്ദത്തിലൂടെയാണ് ആ സീൻ അവിടെ അവസാനിക്കുന്നത്. പിന്നീട് ഇവർ ഷോയിലേക്ക് പോകുന്നതും ഇവളാകെ നെർവസ് ആയിരിക്കും. അപ്പോൾ CEO ആണെങ്കിൽ നഞ്ജുനോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് ഷൂട്ടില്ലേ ലീഹയ്ക്കെന്ന്. അപ്പോൾ ഇവളാണെങ്കിലും ലീഹയ്ക്ക് ഇത് കഴിഞ്ഞിട്ടുള്ളത്, അത് കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം എന്നൊക്കെ പറയുമ്പോൾ താൻ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണെന്ന് ജങ് അവിടെ പറയുന്നുണ്ട്. അതുപോലെ CEOയോട് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ അല്ലേ എന്ന്. അപ്പോൾ ജൂക്കി ആണെങ്കിലും ഞാൻ ഡബിൾ ഓക്കെ ആണെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരും ഒരു ഹാളിലിരിക്കുന്നതും അവിടെ തന്നെ ഈ പരിപാടിക്ക് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള ഒരു സെലിബ്രിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സെലിബ്രിറ്റി ആണെങ്കിലോ അയാളുടെ അസിസ്റ്റൻറ്റിനോട് തന്നോട് ലിസ്റ്റ് ഒന്ന് മര്യാദയ്ക്ക് നോക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇവളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരില്ലായിരുന്നു എന്ന് ജൂക്കിയെ നോക്കിയിട്ടാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന നഞ്ജുന് നല്ല ദേഷ്യം വരുന്നുണ്ട്, ഇവൾ ആരെ ഇതൊക്കെ പറയാനെന്നും പറഞ്ഞിട്ട് ചൂടാവാനൊക്കെ പോകുന്നുണ്ട്. എന്നാൽ ജൂക്കി തടയുകയാണ് ചെയ്യുന്നത്. അതുപോലെ ജൂക്കിക്ക് വയറ് നന്നായി വേദനിക്കുന്നുണ്ട്, ഒരു പക്ഷേ നെർവസ് ആയതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവളെ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകുന്നതും തിരിച്ചു വരുന്ന ടൈമിൽ ഇവളുടെ പണ്ടത്തെ ആ ലീഹയുടെ അസിസ്റ്റൻറ്റിനെ കാണുന്നുണ്ട്. അപ്പോൾ ഇയാളാണെങ്കിൽ ഇവൾക്ക് മെഡിസിൻ കൊടുക്കുന്നുണ്ട്. അന്ന് ഹോട്ടലിൽ വെച്ചിട്ട് ലീഹ മോശമായി പെരുമാറിയപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നതും ഒരു ഓൾ ദി ബെസ്റ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾക്ക് ഹാപ്പി ആകുന്നുണ്ട്. ഇവളാണെങ്കിൽ തിരിച്ച് നഞ്ജുനോട് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്കെന്തോ നന്നായി കോൺഫിഡൻറ്റ് തോന്നുന്നുണ്ട്, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യും എന്നൊക്കെ. അതുപോലെ നഞ്ജുനോട് പൊക്കോളാൻ പറയുമ്പോൾ എനിക്ക് ഇനിയും സമയമുണ്ടെന്നാണ് നഞ്ജുൻ പറയുന്നത്. ആ ടൈമിലാണ് ഷോയിലത്തെ ഒരാൾ വന്നിട്ട് സ്ഥലം മാറി എന്ന് പറയുന്നത്, അതായത് ഷോ നടക്കേണ്ട സ്ഥലം മാറി അങ്ങോട്ട് പെട്ടെന്ന് വരണമെന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് സങ് ആണെങ്കിൽ ഇവളുടെ മ്യൂസിക് ഒക്കെ അങ്ങ് ആസ്വദിക്കുന്നതും, ഇവള് പറഞ്ഞല്ലോ എനിക്ക് നടന്നുകൊണ്ട് മ്യൂസിക് കേൾക്കാനൊക്കെ ഇഷ്ടമാണെന്ന്, അതുകൊണ്ട് നടന്നാണ് ഇവന് മ്യൂസിക് കേൾക്കുന്നത്. ആ ടൈമിൽ യാങ് അങ്ങോട്ട് വിളിക്കുന്നതും എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഞാൻ മ്യൂസിക് കേൾക്കുക, അതുപോലെ നടന്നുകൊണ്ടിരിക്കുക, എനിക്കതാണ് സന്തോഷം ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന സങ്ങിനോട്, സന്തോഷമായിട്ടിരിക്കുകയാണല്ലേ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാം, ജൂക്കിയുടെ ഒരു ലൈവ് പ്രോഗ്രാം നടക്കുന്നുണ്ട് TV എന്ന് പറയുമ്പോൾ ലൈവോ എന്ന് സങ് അവിടെ ചോദിക്കുന്നുണ്ട്. ജങ് ആണെങ്കിലോ ലൊക്കേഷൻ എന്താ പെട്ടെന്ന് ചേഞ്ച് ചെയ്തത്, അറ്റ്ലീസ്റ്റ് നമ്മളോടൊന്നും മുന്നേ പറയണ്ടേ, അയാൾക്ക് തീരെ റെസ്പെക്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് മിന്നിനോട് ഇങ്ങനെ ചൂടാകുന്നുണ്ട്. പുതിയ ലൊക്കേഷൻ എന്ന് പറയുന്നത് മറ്റെവിടെയായിരിക്കും, ഒരു സ്വിമ്മിംഗ് പൂൾ ആയിരിക്കും കേട്ടോ. അതായത് ഇവൾക്ക് അക്വഫോബിയ ഉണ്ടല്ലോ, അതായത് വെള്ളത്തിനോട് പേടിയുണ്ട്, അതുകൊണ്ട് ഇവൾ ആകെ നെർവസ് ആകുന്നുണ്ട്. ഇവളവിടെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ പെട്ടെന്ന് സ്ഥലം മാറിയത്, ഈ സ്ഥലം മാറിയ സ്ഥിതിക്ക് റൂൾസും മാറിയിട്ടുണ്ടായിരിക്കില്ലേ എന്ന്. അപ്പോൾ ഇയാളാണെങ്കിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അയ്യോ എനിക്കിവിടെ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളാകെ ടെൻസ്ഡ് ആകുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ഈ പ്രോഗ്രാമർ ആണെങ്കിൽ ഇത് വല്ലാത്ത ശല്യമായാലോ, അരമണിക്കൂറേ ഉള്ളൂ എയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചൂടായിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. ജങ്ങും മിന്നൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞു വരുമ്പോഴാണ് അങ്ങോട്ട് വരുന്ന നഞ്ജുന് പുതിയ ലൊക്കേഷൻ സ്വിമ്മിംഗ് പൂൾ ആണല്ലേ, അവൾക്ക് അക്വഫോബിയ ഉണ്ട്, ചെറുപ്പത്തിൽ മുങ്ങി മരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവൾക്ക് വെള്ളം പേടിയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എനിക്ക് ലീഹയുടെ അടുത്തേക്ക് ഉടനെ തിരിച്ചു പോകണം എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇവർ ഷോക്ക് ആകുന്നുണ്ട്. ഇവരാണെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം, പേടിക്കേണ്ട എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. ഇതേ ടൈമിൽ ഈ ഗെയിം എന്താണെന്ന് ഇവർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ യെല്ലോ ടീമുകാർ, അതായത് ഇവർ 3 പേരും സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ ഒരു സീറ്റിൽ ഇങ്ങനെ ഇരിക്കും. ഇവരുടെ 3 പേരുടെയും കയ്യിൽ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട്. ആ കാർഡിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ വന്നിട്ടുള്ള സെലിബ്രിറ്റിയോട് ഇവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. സെലിബ്രിറ്റി ആണെങ്കിൽ ആൻസർ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ ഇടും. ആ ആക്ഷൻ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ആണെങ്കിൽ അവരുടെ നേരെ വെള്ളം ഇങ്ങനെ ചീറ്റൂട്ടും. അങ്ങനെ 3 പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കസേര നേരെ അങ്ങ് തെറിച്ച് ഇവർ നേരെ അങ്ങ് പൂളിൽ പോയി വീഴും. ഇതാണ് കളി. ഇവരോട് ആ ഒരു വെൻവെലപ്പ് തുറന്നിട്ട് എന്ത് ആക്ഷനാണെന്ന് നോക്കാൻ പറയുന്നുണ്ട്. ആ ടൈമിൽ ഇവളുടെ ആക്ഷൻ എന്ന് പറയുന്നത് ഈ കൈ വേവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതായത് നമ്മൾ ഉഷ്ണിക്കുമ്പോൾ ഇങ്ങനെ കൈ വീശത്തില്ലേ, അതായിരിക്കും ആക്ഷൻ. ഇവളാണെങ്കിൽ ഒരു കാര്യമില്ല, ആ സെലിബ്രിറ്റിയോട് പോയിട്ട് പറയുന്നുണ്ട്. അതായത് ആ സെലിബ്രിറ്റി ഓൾറെഡി ചൂട് വന്നിട്ട് ഇങ്ങനെ കൈ വീശിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവരോട് പോയി പറയുന്നുണ്ട്, ഈ കൈ ഇങ്ങനെ അധികം വീശണ്ട കേട്ടോ, അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ, അങ്ങനെയൊക്കെ ചെയ്യൂ എന്ന്. അപ്പോൾ ഈ സെലിബ്രിറ്റി ആണെങ്കിലും അതിനെന്താ ചെയ്യാമെന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്കൊരു ട്രീറ്റ് തരുമെന്ന് പറഞ്ഞ് സന്തോഷത്തിലാണ് പോകുന്നത്. ഈ ഗേൾ ആണെങ്കിലോ ഇവളാരാ എനിക്ക് ട്രീറ്റ് തരാൻ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ആ സീറ്റിൽ ഇവളാകെ പേടിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ തന്നെ പ്രോഗ്രാം കാണാൻ വേണ്ടി കിം വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ കിമ്മിനോട്
കിമ്മിനോട് ഈ ഷോ ഡയറക്ടർ ചോദിക്കുന്നുണ്ട് എന്തിനാ പെട്ടെന്ന് സ്ഥലം മാറ്റിയതെന്ന്. അപ്പോൾ കിം ആണെങ്കിലും അങ്ങനെ പെട്ടെന്ന് പറയാനൊന്നും പറ്റത്തില്ല, താൻ കണ്ടുകൊണ്ടിരിക്കും, ഒരു അടിപൊളി സംഭവം ഇപ്പോൾ കാണാമെന്നാണ് അവിടെ പറയുന്നത്. ഇതേ ടൈമിൽ ലീഹയുടെ ഇന്റർവ്യൂ പ്രോഗ്രാം ഇന്നാണ് നടക്കേണ്ടത്. അപ്പോൾ സങ് ആണെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല. ഈ ഗേൾസ് ആണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുന്നതും ഇതിനെപ്പറ്റി ഡയറക്ടറോട് പറയുന്നുണ്ട്. അപ്പോൾ ഡയറക്ടർ ആണെങ്കിൽ ചൂടാകുന്ന ടൈമിൽ ഞങ്ങൾ ആളുടെ സെക്രട്ടറി ആയ യാങ്ങിനോട് ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു, ആൾ സെറ്റാക്കാന്നാ പറഞ്ഞ്, പക്ഷേ ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നതും ഈ പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ ആണെങ്കിൽ മര്യാദയ്ക്ക് സങ്ങിനെ വിളിച്ച് സെറ്റാക്കണം, ഇന്ന് ആ പ്രോഗ്രാമിന് ആൾ വന്നിരിക്കണം, അല്ലെങ്കിൽ ലീഹയുടെ കാര്യം എന്താവും എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ സ്റ്റാർ സർവൈവർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവരെല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ ഈ ആക്ട്രസിനോട് ഇയാൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. 3 ക്വസ്റ്റ്യൻസ്. ആ 3 ക്വസ്റ്റ്യൻസും ചോദിക്കുന്ന ടൈമിൽ ഇവള് നേരത്തെ പറഞ്ഞിരുന്നല്ലോ കൈ വീശരുതെന്ന്, അതുകൊണ്ട് തന്നെ ഇവള് മനഃപൂർവ്വം കൈ വീശിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ പ്രാവശ്യം വീശുമ്പോഴും ഇവളുടെ നേരെ ഒരു തോക്ക് കൊണ്ട് ഇങ്ങനെ ചീറ്റുന്നുണ്ട് കേട്ടോ വെള്ളം. അങ്ങനെ 3ാമത്തെ പ്രാവശ്യമാകുമ്പോൾ ഈ സീറ്റ് അങ്ങ് തെറിച്ചു പോവുകയാണ്. ഇവള് നേരെ സ്വിമ്മിംഗ് പൂളിൽ അങ്ങ് വീഴുന്നുണ്ട്. എന്നാൽ വീഴുന്ന ടൈമിൽ ഇവള് തിരിച്ച് പൊന്തി വരുന്നത് കാണുന്നില്ല. അപ്പോൾ ഈ ഷോ ഡയറക്ടർ ആണെങ്കിൽ ഇതെന്താ പൊന്തി വരാത്തതെന്ന് ചോദിക്കുമ്പോൾ കിം ആണെങ്കിൽ ചുമ്മാ വെറുതെ ആക്ടിങ് ആണെന്ന് അവിടെ പറയുന്നുണ്ട്. എന്നാൽ ഇത് TV-യിലൂടെ കാണുന്ന സങ് ആണെങ്കിൽ ആലോചിക്കുന്നത് ഇവൻ മുന്നേ ഡയറിയിൽ എഴുതിയിരുന്നു ഇവൾക്ക് അക്കോഫോബിയാണ്, അതുപോലെ ഇവൾ ഒരു പ്രാവശ്യം ഇവൻ രക്ഷിച്ചിരുന്നു എന്നൊക്കെ. ഇത് ആലോചിച്ചെടുക്കുന്ന ഇവനാകെ ഷോക്കാകുന്നതും ഇതേ ടൈമിൽ ജൂക്കി ആണെങ്കിൽ ഈ സ്വിമ്മിംഗ് പൂളിന്റെ താഴത്തേക്ക് പോകുന്നതായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നീട് യാങ് ആണെങ്കിൽ സങ്ങിനെ വിളിക്കുന്നതും കമന്റ്സ് ഒക്കെ കണ്ടില്ലേ, ഇവള് മനഃപൂർവ്വം അഭിനയിക്കുകയാണ് ആളുകളുടെ സിമ്പതി പറ്റാൻ എന്നൊക്കെയാണ് പറയുന്നത്. കേട്ടിട്ട് സങ്കടാകുന്നു എന്ന് പറയുന്ന യാങ്ങിനോട് എനിക്ക് കമന്റ്സ് വായിക്കാൻ സമയമില്ല എന്നാണ് സങ് പറയുന്നത് കേട്ടോ. ഇതേ കമന്റ്സ് ഒക്കെ വായിക്കുന്ന ലീഹയാണെങ്കിൽ ഇത്രയ്ക്കും ഇൻസൾട്ട് ആവുമെന്ന് ഇവൾക്ക് അറിയത്തില്ല, പിന്നെ എന്തിനാ ഇവൾ ഈ പരിപാടിക്ക് പോയെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കുന്ന നഞ്ചുന് അതത്ര ഇഷ്ടമാകുന്നില്ല. അതുപോലെ ലീഹയാണെങ്കിൽ ഈ ബ്രായിൽ പാഡ് വെച്ചില്ലേ എന്ന് പറയുന്നുണ്ട്. അതുപോലെ എൻ്റെ അണ്ടർവെയറിലും പാഡ് വെക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ആള് ഇന്റർവ്യൂവിന് റെഡി ആകുന്നതാണ്. ഇതേ ടൈമിൽ ഇന്റർവ്യൂ ലേഡീസ് ആണെങ്കിലും ആള് വരത്തില്ല എന്ന് നമ്മൾ എങ്ങനെ ലീഹയോട് പറയും എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ യാങ്ങിന്റെ കോള് വരുന്നതും ഇവർ ശരിക്കും ഷോക്കാകുന്നുണ്ട്. ഇതേ ടൈമിൽ ബോധം വരുന്ന ജൂക്കിയോട് ജങ് ചോദിക്കുന്നുണ്ട് താൻ ഓക്കെ അല്ലേ എന്ന്. അപ്പോൾ ഇവളാണെങ്കിലും ഷോ എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഷോയെ പറ്റിയാണോ താൻ ഇപ്പം അന്വേഷിക്കുന്നത്, തൻ്റെ അവസ്ഥ ഇപ്പം എന്തായി എന്നൊക്കെയാണ് അവിടെ CEO ചോദിക്കുന്നത് കേട്ടോ. അപ്പം മിന്നാണെങ്കിലോ സോഷ്യൽ മീഡിയയിൽ വന്ന കമൻസ് ഒക്കെ ജങ്ങിന് കാണിച്ചു കൊടുക്കുമ്പോൾ ജങ്ങിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. ഇതേ ടൈമിൽ കിം ആണെങ്കിലോ ഇതൊരു അവസരമാക്കി മുതലെടുക്കുന്നുണ്ട്. കിം ഒരു റിപ്പോർട്ടറെ വിളിച്ചിട്ട് ജൂക്കിയുടെ തിരിച്ചുവരവിനെ പറ്റി അറിഞ്ഞില്ലേ, ഒരു പരിപാടി നടത്തിയിരുന്നു, മിൻഹ്യൂക്കിൻ്റെ ഫാൻസിനൊന്നും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒന്നില്ലെങ്കിലും അവളൊരു കൊലയാളിയല്ലേ, അപ്പോൾ കൊലയാളി ശരിക്കും ശിക്ഷിക്കുകയാണ് വേണ്ടത്, ഈ രാജ്യമാണെങ്കിലോ അതൊന്നും ചെയ്യത്തുമില്ല, താൻ എന്തായാലും ഒരു അടിപൊളി കത്തിപ്പടരുന്ന ഒരു ന്യൂസ് റിപ്പോർട്ട് അങ്ങ് തയ്യാറാക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ തന്നെയാണ് സങ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അങ്ങോട്ട് വരുന്നത് കേട്ടോ. യാങ് ആണെങ്കിൽ അല്ല പെട്ടെന്ന് എന്തൊരു മനമാറ്റം സംഭവിച്ചത്, കഴിഞ്ഞ പ്രാവശ്യം പരിപാടിക്ക് പോയിട്ട് ഓർമ്മയുണ്ടല്ലോ, മരണത്തിന്റെ വക്ക് വരെ എത്തിയതാണെന്ന് പറയുമ്പോൾ സങ് ആണെങ്കിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് ധരിക്കുന്നതും ഇത് എൻ്റെ കണ്ണിൽ നിന്ന് മാറ്റാത്തോടത്തോളം എനിക്കൊരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ സങ്ങും കിമ്മും അവിടെ കൂട്ടിമുട്ടുന്ന ടൈമിൽ കിം ആണെങ്കിൽ ആകെ ദേഷ്യപ്പെടുന്നുണ്ട്, സോറി പറയുന്നൊക്കെ പറഞ്ഞ്. ആ ടൈമിലാണ് സങ്ങിന് അന്ന് ജൂക്കിയെ അടിച്ചത് ഇവനാണല്ലോ എന്ന് ഓർമ്മ വരുന്നതും ഇവനോട് അങ്ങ് ചൂടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിടിച്ചു മാറ്റുന്ന യാങ് ആണെങ്കിലും തല്ലുകൂടാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ തല്ലുണ്ടാക്കാൻ പോകുന്നതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന സങ് ആണെങ്കിൽ ആരാടോ പറഞ്ഞ് തല്ലുണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ചൂടാകുന്നുണ്ട് കേട്ടോ. യാങ് ആണെങ്കിലും സങ്ങിനെ അവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് ലീഹയായിട്ടുള്ള ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഇന്റർവ്യൂ ലേഡി ആണെങ്കിൽ ലീഹയെ ഒരുപാട് പൊക്കിയൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ക്രഷ് ആയിട്ടുള്ള ആളിനെ സ്റ്റേജിലേക്ക് വിളിക്കാൻ പറയുന്നതും ലീഹയുടെ ഒരുപാട് ആക്ഷൻസ് ഒക്കെ കാണുമ്പോൾ നഞ്ചുവിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അങ്ങനെ സങ്ങിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നതും സങ് ആണെങ്കിൽ കയറി വന്ന് ഇവൾക്കൊരു ഹഗ്ഗൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ഈ ലേഡി ആണെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഫ്രണ്ടിനെ കണ്ടപ്പോൾ ശരിക്കും സന്തോഷം വന്നുവല്ലേ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ലേഡി അവിടെ ലീഹയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഇൻസ്പിറേഷനാണ്, അതായത് നിങ്ങൾ നിങ്ങളുടെ ബ്യൂട്ടിയും ഈ ബോഡിയും ഒക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ലീഹയാണെങ്കിൽ അത് പിന്നെ ഞാൻ നന്നായിട്ട് ഫുഡൊക്കെ കൺട്രോൾ ചെയ്യും, അതുപോലെ എക്സസൈസ് ചെയ്യും, പിന്നെ ഇടയ്ക്കൊക്കെ ചെക്കപ്പ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് സങ് അവിടെ ഇരുന്ന് അങ്ങ് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഇത് കാണുന്ന ഈ ലേഡിയാണെങ്കിൽ നിങ്ങൾ എന്താ ചിരിക്കുന്നത്, ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എവിടെ മൊത്തം പാഡാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന ഓഡിയൻസ് മൊത്തം ചിരിക്കുകയാണ്. ലീഹയാണെങ്കിലോ മനസ്സിൽ വിചാരിക്കുന്നത് ഇതിനെപ്പറ്റി ഇവൻ എങ്ങനെ അറിഞ്ഞു, ഇനി എൻ്റെ ബാക്കിൽ വെച്ചിട്ടുള്ള കാര്യം ഇവൻ അറിയുമെന്ന് ഇവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെയാണ് ഇവൻ അതും വിളിച്ചു പറയുന്നത്, ഇവളുടെ ബാക്കിലും പാഡൊക്കെ വെക്കാറുണ്ട്, മൊത്തം വലിച്ചു കെട്ടല എന്ന് അവിടെ പറയുമ്പോൾ ഈ ഇന്റർവ്യൂ ലേഡിക്ക് വരെ ചിരി വരുന്നുണ്ട്. എന്നാൽ ചിരി അടക്കി പിടിച്ചുകൊണ്ട് ഇതൊക്കെ ശരിയാണോ എന്ന് ലീഹയോട് ചോദിക്കുന്നത്. ഇവളാണെങ്കിലും അല്ല അത് പിന്നെ നമ്മൾ ലേഡീസ് ചെറുതായിട്ടൊക്കെ യൂസ് ചെയ്യുമല്ലോ, അത്രയൊക്കെ ഉള്ളൂ എന്ന് അവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ കിം ഫോണിലൂടെ കാണുന്നുണ്ട്. ഈ ലേഡിയാണെങ്കിൽ ഒന്നില്ലെങ്കിലും എലിമെന്ററി സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതല്ലേ, അപ്പൊ അന്നത്തെ ലീഹ എങ്ങനെയാ നല്ല സുന്ദരിയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നതും ലീഹയാണെങ്കിൽ അപ്പൊ മനസ്സിൽ അയ്യോ നല്ലത്
മാത്രം പറഞ്ഞാൽ മതി, എൻ്റെ ഈ ട്രാൻസ്ഫോർമേഷനെ പറ്റിയിട്ടൊന്നും പറയരുതേ എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അതേ ടൈമിൽ സങ്ങാണെങ്കിലും എവിടുന്ന് മൊത്തം ട്രാൻസ്ഫോർമേഷൻ അല്ലേ, ഇവളിങ്ങനെയൊന്നും അല്ല ഉണ്ടായിരുന്നേ, മൊത്തം സർജറി ചെയ്ത് അങ്ങ് മാറ്റിയെടുത്തതില്ലെന്ന് പറയുമ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്ന ലേഡിയാണെങ്കിൽ ഒന്ന് ഞെട്ടുന്നുണ്ട്. അവിടെ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിക്കും ശ്രദ്ധിച്ചിട്ടാണല്ലോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നല്ലാതെ ഇവളെ കണ്ടപ്പോൾ എനിക്ക് വരെ മനസ്സിലായില്ല, തല മുതൽ ഉപ്പൂറ്റി വരെയുള്ള എല്ലാം ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലീഹയാണെങ്കിൽ ഇവനിങ്ങനെ തമാശയ്ക്ക് അടിച്ചിട്ട് എന്തൊക്കെ നോണ ഈ പറയുന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ നോണയോ ശരിക്കുമുണ്ട്, എല്ലാം ട്രാൻസ്ഫോം ചെയ്ത കാര്യമല്ലേ എന്നൊക്കെ പറയുന്നതും എല്ലാവരും ഷോക്ക് ആകുന്നുണ്ട്. ഇവനാണെങ്കിലോ ഇവളുടെ മുടിയൊക്കെ പിടിച്ചിട്ട് മുടിയൊക്കെ കൊഴിച്ചിട്ട് തുടങ്ങിയോ, ഇത് മൊത്തം ഇംപ്ലാന്റ് ചെയ്ത് വെച്ചതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ മൊത്തത്തിൽ അങ്ങ് നാണം കെടുന്നുണ്ട്. ആ ടൈമിൽ സംഘം ആലോചിക്കുന്നത് ഇവൻ ഇൻ്റർവ്യൂവിന് വന്ന ടൈമിൽ അവിടുത്തെ ആ ലേഡീസിനോട് ചോദിക്കുന്നുണ്ട്, അതായത് ഈ പരിപാടി ട്രെൻഡിങ്ങിൽ വരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ഈ ലേഡീസ് പറയുന്നത് ഉള്ള കാര്യങ്ങൾ അങ്ങ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി, അതുപോലെ ലീഹയുടെ എന്തെങ്കിലും സീക്രട്ട് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന ടൈമിലാണ് ഇത് കേട്ട് നഞ്ജുൻ അങ്ങോട്ട് വരുന്നതും എനിക്കറിയാം എന്ന് പറഞ്ഞ് ഈ പാഡിൻ്റെ കാര്യം എന്തിന് ഗന്നം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി മൊത്തം പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഇവളങ്ങ് അടിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവൻ ആലോചിച്ചെടുക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ജൂക്കി ആണെങ്കിൽ ഇവളെ പറ്റിയിട്ടുള്ള ബാഡ് കമൻസ് ഒക്കെ വായിച്ചാകെ വിഷമിക്കുന്നതും കിമ്മിന് ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ടായിരിക്കുന്നു ഇവളിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതുപോലെ ടി വിയിൽ ഇവരുടെ ഇൻ്റർവ്യൂ ആണ് ഇവൾ കാണുന്നത്, എന്നാൽ അതിന് വോയിസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവൾക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. കാരണം ഇവൻ ആ ഇൻ്റർവ്യൂവിന് പോയല്ലോ, ഇവരെന്താ സംസാരിക്കുന്നതെന്നൊന്നും ഇവൾക്ക് കേൾക്കാനും ഇല്ല കേട്ടോ. ഇതേ ടൈമിൽ ജങ് ആണെങ്കിൽ ഇവളെ അന്വേഷിക്കുന്ന ടൈമിൽ ജങ്ങിനും മിന്നിനും മെസ്സേജ് വരുന്നുണ്ട്, ഞാൻ ഓക്കെയാണ് വീട്ടിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവർക്കും ശരിക്കും വിഷമമൊക്കെ വരുന്നുണ്ട്, ഇവൾക്ക് ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. അങ്ങനെ ഇൻ്റർവ്യൂ കഴിയുന്ന ടൈമിൽ ലീഹ അത്ര ഹാപ്പി ആയിരിക്കില്ല, എന്നാൽ സംഘ് നല്ല ഹാപ്പി ആയിരിക്കും. അങ്ങോട്ട് വരുന്ന യാങ് ആണെങ്കിൽ എന്താ ഈ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒറ്റ മിനിറ്റ് എന്ന് പറഞ്ഞ് ഇവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ്, അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസ് എന്താണെന്ന്. പെട്ടെന്നാണ് ഇവൻ്റെയും ലീഹയുടെയും ന്യൂസ് അങ്ങ് അടിച്ചു കയറി വരുന്നതും ഇത് കാണുന്ന സംഘിന് നല്ല സന്തോഷം വരുന്നുണ്ട്. യാ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അലറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന യാങ് ആണെങ്കിലും തിരിച്ചലറിക്കൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത്. ഇത് കാണുന്ന സംഘ് ഇവനിത് എന്ത് പറ്റിയെന്ന് അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ആ ഷോ ഡയറക്ടർ ആണെങ്കിൽ കിമ്മിനോട് പറയുന്നുണ്ട്, ഇയാൾ ആരാന്ന് തനിക്ക് അറിയത്തില്ലേ, സുൻവോ ഗ്രൂപ്പിന്റെ ഭാവി ചെയർമാനാണ്. അല്ല ഈ ലീഹയായിട്ടുള്ള കോൺട്രാക്ട് 3 മാസത്തിനുള്ളിൽ അവസാനിക്കുന്നല്ലേ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഇനി ലീഹനെ പിടിച്ച കിട്ടത്തില്ല, ഇനി തൻ്റെ ഏജൻസിയിൽ തുടരുമെന്നൊന്ന് വിചാരിക്കേണ്ട, എന്തായാലും പുളികൊമ്പിൽ തന്നെ പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കിമ്മിന് നല്ല ടെൻഷനൊക്കെ ആകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കിം ആലോചിക്കുന്നത് അന്ന് ചൈനയിൽ വെച്ചിട്ട് ഇവരെ ഫോളോ ചെയ്തല്ലോ ആ കാര്യമാണ്. ഇവൻ ശരിക്കും ഇവൻ്റെ ഫേസൊക്കെ അങ്ങ് ഓർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അപ്പോൾ താൻ മരിച്ചിട്ടില്ലാലേ, അറ്റ്ലീസ്റ്റ് ജീവിച്ചിരിപ്പുണ്ടല്ലേ എന്ന് ഇവനിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് സീനിൽ ജൂക്കിയാണെങ്കിൽ വിഷമിച്ചുകൊണ്ടിങ്ങനെ നടക്കുന്നതും ഇവള് പറഞ്ഞില്ല എനിക്ക് നടക്കാനാണ് ഇഷ്ടമെന്ന്, അതൊക്കെ ഇവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം കറക്റ്റ് ആ കഫേയുടെ മുന്നിലെത്തുമ്പോൾ ഇവനോട് ചോദിച്ചിരുന്നു നമ്മൾ തമ്മിൽ എന്ത് റിലേഷൻഷിപ്പിലാണെന്ന്. അപ്പോൾ ഇവനൊരു ആൻസറും കൊടുത്തിരുന്നു. അത് ആലോചിക്കുന്നുണ്ട് ഇവള്. ആ ടൈമിലാണ് കറക്റ്റായിട്ട് മഴ പെയ്യുന്നതും ഇവളാണെങ്കിൽ പെട്ടെന്ന് ആ കഫേയിൽ ആ സ്പോട്ടിൽ തന്നെ പോയിരിക്കുന്നുണ്ട്. ഇവൾക്കാണെങ്കിലോ അവിടെ കോഫിയും കേക്കും കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഇവളോട് ഇത് ഓൾറെഡി പെയ്ഡ് ആണെന്നാണ് ആ ലേഡി പറയുന്നത്. ഇവളാണെങ്കിൽ കണ്ണിൽ വെള്ളമൊക്കെ നിറച്ച് പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ടൈമിലാണ് അവിടെ സംഘ് നിൽക്കുന്നത് കാണുന്നത്. ഇവളാണെങ്കിലോ ഇങ്ങനെ വിഷമത്തിൽ പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നതും അങ്ങോട്ട് വരുന്ന സംഘാണെങ്കിൽ ഇവളുടെ ചെവിയിൽ ആ ഹെഡ്സെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇവനെ നോക്കുന്ന ടൈമിൽ കരയരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്, പിന്നെ എന്തിനാ കരഞ്ഞെന്ന് ഇവൻ ചോദിക്കുന്നതും ഇവളാണെങ്കിൽ ഇവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ചിരിക്കുന്നതും അങ്ങനെ ഇവർ പരസ്പരം നോക്കി നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.